തുടർച്ചയായിട്ട് റോമാലേഖനത്തിൽ നിന്ന് പഠിച്ച് വരികയാണല്ലോ. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഒരിക്കല് ഒരു സഭയിൽ, ആ സഭയിൽ ശുശ്രൂഷിക്കുന്ന ആ കർത്തൃഭിത്യൻ ആ വീക്കില് ആ സഭയോട് പ്രധാനമായിട്ട് തന്റെ വചനത്തിലൂടെ പ്രബോധിപ്പിച്ചു കൊണ്ടിരുന്നത് ദൈവവചനം സീരിയസ് ആയിട്ട് വായിക്കണം, ദൈവവചനം റെഗുലറായിട്ട് വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം പഠിക്കണം. ദൈവവചനത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒരാഴ്ച ആ ദേവദാസൻ ഇങ്ങനെ തന്റെ സഭയിൽ പ്രസംഗിച്ചു. എന്നിട്ട് ഏകദേശം ആ ആഴ്ചയിലെ റെഗുലർ ഹൗസ് വിസിറ്റിനായിട്ട് ഒരു ഭവനത്തിലേക്ക് ദേവദാസനും ദാസിയും കടന്നുപോയി. ആ ഭവനം അവരെ സ്വീകരിച്ചു. അങ്ങനെ അവര് ആ സഹോദരി കിച്ചണിൽ ചെന്ന് കിച്ചണിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിൽ ഇന്നത്തെ ഡേറ്റിന്റെ അഗൈൻസ്റ്റ് ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. അത്താഴത്തിന് പാസ്റ്ററും ആന്റിയും കാണും, ബൈബിൾ എല്ലാം പൊടിതെറ്റിയെടുക്കുക. പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? അത്താഴത്തിന് പാസ്റ്റർ ആന്റിയും അങ്കിളും കാണും, ബൈബിളൊക്കെ പൊടി തട്ടിയെടുക്കുക. കാപട്യം, hypocrisy, presenting ourselves as something that we are not. നമ്മളല്ലെന്ന് നമുക്കറിയാവുന്ന ഒന്നായി നാം സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ അവതരിപ്പിക്കുക. ഇതാണ് കാപട്യം. എന്റെ പ്രിയരെ, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പാപമാണ് കാപട്യം. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ പരസ്യ ജീവിതകാലത്ത് അനേക തവണ പരീശന്മാരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, കപടഭക്തിമാരായ ശാസ്ത്രിമാരെ, പരീശന്മാരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം. എല്ലാ സുവിശേഷങ്ങളിലും നമ്മൾ ഇത് കാണുന്നുണ്ട്. പരീശന്മാരെ, ശാസ്ത്രിമാരെ, യഹൂദന്മാരുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇതായിരുന്നു, കപടഭക്തി. അതിന്റെ ഒരു ഉപമ നമുക്ക് അതിനെ ഉപമിച്ചിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 12:1 കാണുവാനായിട്ട് സാധിക്കും. പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് ശിഷ്യന്മാരോടും കൂടി നിന്ന പുരുഷാരത്തോടും കർത്താവ് പറയുക. പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി, ഇതൊരൽപ്പം നമ്മുടെ ഉള്ളിൽ കടന്നാൽ അത് മുഴുവനും പടരും, അത് നമ്മളെ സമൂല നാശത്തിലേക്ക് കൊണ്ടുപോകും. കപടഭക്തി. നമ്മളിന്ന് ഈ റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു ടൈറ്റില് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഈ ഒരു ബോധ്യം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഭാഗത്തു നിന്ന് പഠിക്കുവാൻ. കാരണം നമ്മൾ യഹൂദനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം പഠിക്കുവാൻ പോവുകയാണ്, കപടഭക്തി. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്തോണം, എന്നിലുണ്ടോ ഈ കപടഭക്തി? ഹല്ലേലൂയ. ഇവരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് ബോധ്യം തരും. ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ദൈവവചനം പഠിക്കുമ്പോൾ നാം ആരാന്ന് നമുക്ക് തെളിവായി വരും. ഭർത്താവ് ആരാന്ന് ഭാര്യയ്ക്ക് തെളിവായി വരും, ഭാര്യ ആരാന്ന് ഭർത്താവിനും തെളിവായി വരും. കാരണം അവർ രണ്ടുമാണല്ലോ ഏറ്റവും ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത്. ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ കുറെയൊക്കെ ജനങ്ങൾ ദൈവവചനത്തിന്റെ മുൻപിലേക്ക് വരാത്തത് ഞാൻ മറ്റുള്ളവന് എക്സ്പോസ്ഡ് ആയിപ്പോയി. കാരണം എന്നെ പേഴ്സണലായിട്ട് അറിയുന്നവൻ, ഹല്ലേലൂയ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വചനത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എന്റെ ഇപ്പുറത്തിരിക്കുന്നവൻ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട്
നമുക്ക് ഈ വാക്യത്തിലേക്ക്, റോമാലേഖനം 2:17 മുതലുള്ള വാക്യത്തിലേക്ക് വരാം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാവരെയും കുറിച്ച് അപ്പസ്തോലൻ പറയുക. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ധാർമ്മികരായിട്ടുള്ള എല്ലാവരെയും കുറിച്ച് പറയുക. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞിട്ട് 17-ാം വാക്യത്തിൽ ഡയറക്ട്ലി അഡ്രസ്സിംഗ് ജ്യൂസ്, നീയോ യഹൂദൻ, അങ്ങനെ ആ വാക്യം തുടങ്ങുന്നത് അല്ലേ? നീയോ യഹൂദൻ. ഡയറക്റ്റ് ആയിട്ട് യഹൂദനെ അഡ്രസ് ചെയ്ത പോൾ ഇവിടെ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ കപടഭക്തിയെ കുറിച്ച് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിന്റെ 17 നാം വായിക്കുക, ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു. ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോൾ പറയുക, ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. എന്തുകൊണ്ട് വെളിപ്പെടുന്നു എന്നുള്ളത് നമ്മൾ താഴോട്ട് പഠിച്ചു വരിക. എന്തുകൊണ്ട് ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു? എന്തുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി നീതിയുള്ള ന്യായവിധിയാകുന്നു? എന്തുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഒരു മനുഷ്യനും തെറ്റി ഒഴിയത്തില്ല? എന്തുകൊണ്ട് ദൈവത്തിന് മുഖപക്ഷമില്ല? ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാല് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ ശ്രദ്ധിച്ചിരുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല. സുവിശേഷത്തിന്റെ ഒരു കോർ ടീച്ചിങ് ആണ് ന്യായവിധി എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ന്യായവിധി എന്നുള്ളത് നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, ഇതൊരു ഇനെവിറ്റബിൾ ആയിട്ടുള്ള, നാം എല്ലാവരും കടന്നു പോകേണ്ട, ക്രിസ്തുവിൽ അല്ല നാം മരിക്കുന്നെങ്കിൽ നാം കടന്നു പോകേണ്ട ഒന്നാണ് ന്യായവിധി. ക്രിസ്തുവിൽ മരിക്കുന്നവർ പ്രതിഫലത്തിനായിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപാകെ നിൽക്കും. അല്ലാത്തവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ, വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ ന്യായവിധിക്കായിട്ട്. ഹല്ലേലൂയ. അന്ന് നമുക്കാർക്കും പ്രതിവാദം പറയുവാൻ കഴിയില്ല. ഹല്ലേലൂയ. അതാണ് പോള് തെളിയിച്ചു വരുന്നത്. അങ്ങനെ 1 മുതൽ 16 വരെ എല്ലാവരെയും കുറിച്ച് പറയുമ്പോൾ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ സെൽഫ് കോൺഫിഡന്റ് ആയിട്ടുള്ള, സ്വാശ്രയ ബോധമുള്ള, പാരമ്പര്യത്തെ കുറിച്ച് നല്ല ബോധ്യമുള്ള, അവകാശങ്ങളെയും അവരുടെ പ്രിവിലേജസിനെ കുറിച്ചൊക്കെ ഊറ്റം കൊള്ളുന്ന യഹൂദനെ അഡ്രസ് ചെയ്യുക. ഹല്ലേലൂയ. സ്വയത്തിൽ ആശ്രയിക്കുന്ന, നിങ്ങൾ അബ്രഹാമിന്റെ പാരമ്പര്യമുള്ളവരാന്ന് പറഞ്ഞൂറ്റം കൊള്ളുന്ന, ന്യായപ്രമാണത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജസ് ഒക്കെ പറഞ്ഞൂറ്റം കൊള്ളുന്ന യഹൂദനെ നോക്കിയിട്ട് അപ്പസ്തോലൻ, നീയും ഈ ന്യായവിധിക്ക് ഒഴികഴിവുള്ളവനല്ല എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ പ്രിയരെ, രക്ഷയോടുള്ള ബന്ധത്തിലായാലും ന്യായവിധിയോടുള്ള ബന്ധത്തിലായാലും യഹൂദനെന്നോ യവനെന്നോ ഒരു വ്യത്യാസവുമില്ല. അത് ഓർത്തിരിക്കണേ. രക്ഷയ്ക്കായിട്ട് സുവിശേഷം ദൈവ ശക്തിയാകുന്നുവല്ലോ ആദ്യം യഹൂദനും പിന്നെ യവനും. ഹല്ലേലൂയ. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2:10 വാക്യത്തിലേക്ക് വരുമ്പോൾ 2:10 വായിക്കുന്നത്, തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും. സോ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അത് നാം മനസ്സിൽ ഓർത്തു. അപ്പോ അബ്രഹാമിന്റെ ബ്ലഡ് റിലേഷനിൽ നിന്നുള്ളവരാ ഞങ്ങളെന്ന് പറഞ്ഞൂറ്റം കൊള്ളുന്ന, ന്യായപ്രമാണം ദൈവത്തിന്റെ ഹിതം അറിയാവുന്നവർ ഞങ്ങളാണെന്ന് പറഞ്ഞ് ബോസ്റ്റ് ചെയ്യുന്ന ഈ യഹൂദ ഇസ്രായേലിനെ ദൈവം
ന്യായം വിധിക്കും എന്നുള്ളത് ഈ ഭാഗത്ത് 17-ാം വാക്യം മുതൽ അപ്പസ്തോലൻ വളരെ ബ്ലേറ്റന്റ് ആയിട്ട് പറയുകയും, തീർച്ചയായിട്ടും ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദൻ അതിനെതിരെ പ്രതികരിക്കും, ഇല്ലേ? യഹൂദൻ പ്രതികരിക്കും. അപ്പോസ്തലൻ സെയിന്റ് പോൾ അങ്ങ് കള്ളന്മാരെയും കൊള്ളക്കാരെയും വാത്സല്യമില്ലാത്തവരെയും അധാർമികരെയും ഒക്കെ ന്യായം വിധിക്കുമെന്ന് പറയുമ്പോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവരെയൊക്കെ ന്യായം വിധിക്കുമെന്ന് പോലെ നീ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഹല്ലേലൂയ, ഞങ്ങളുടെ പിതാക്കന്മാരുമായിട്ട് ഉടമ്പടി, ദൈവം വെച്ച ഉടമ്പടിയുടെ പ്രത്യക്ഷമായ അടയാളം ശരീരത്തിൽ വഹിക്കുന്നവരായ ഞങ്ങളെ ന്യായം വിധിക്കുമെന്നോ പോലെ അതിച്ചിരി കൂടിപ്പോയില്ലേ പൗലോസേ? ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവമക്കളാണെന്ന്, രക്ഷിക്കപ്പെട്ടവരാണെന്ന്, ദൈവത്തിന്റെ പ്രിയ മക്കളാണെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന നമുക്കുമില്ലേ ഈ ചിന്ത? നമുക്കുമില്ലേ ഈ ചിന്ത? ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനോട് ദൈവം ഉടമ്പടി വെച്ച അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന്റെ കുലത്തിൽ നിന്ന് വന്ന ആ ഇസ്രായേൽ ജനത്തോട് ദൈവം കരുണ കാണിച്ചില്ലെങ്കിൽ, റോമാലേഖനം 11:21 പറയുക, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. റോമൻസ് 11:21. അതുകൊണ്ട് നീ ഞെളിയാതെ ഭയപ്പെടുക. 20-ാം വാക്യത്തിലുണ്ട്, അതിന്റെ മുകളിലത്തെ വാക്യത്തിൽ. അതുകൊണ്ട് നീ ഞെളിയാതെ ഭയപ്പെടുക. എന്തുകൊണ്ടാ ഞെളിയാതെ ഭയപ്പെടാൻ പറയുന്നത്? അവർക്കെന്താ പറ്റിയത്? അവിശ്വാസത്താൽ അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. നീ ഞെളിയുന്നുണ്ടെങ്കിൽ നീ ഓർത്തോ, നീയും നിൽക്കുന്നത് വിശ്വാസത്താലാണ്. അവരുടെ അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി, നീയും നിൽക്കുന്നത് വിശ്വാസത്താലാ. അതുകൊണ്ട് ഭയപ്പെട്ട് ഞെളിയാതിരിക്കുക. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട, മാറ്റർ ഓഫ് ദ ഫാക്ട് എന്താന്ന് വെച്ചാല്, ഹല്ലേലൂയ, അവർക്ക് ഇനി ഒരു ചാൻസ് കൂടെ ഉണ്ട്. ആർക്കാ? ഇസ്രയേലിന് ഒരു ചാൻസ് കൂടെ ഉണ്ട്. ഇസ്രയേലിന് ഒരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഇസ്രയേലിൽ മരിച്ചുപോയ ജനങ്ങളെ കുറിച്ചല്ല. അന്ന് ദൈവം ചാൻസ് കൊടുക്കുമ്പോൾ ജീവനോടെ ഇരിക്കുന്നവർ, അവർക്കൊരു ചാൻസ് ഉണ്ട്. നമുക്ക് അതുപോലുമില്ല. നമ്മൾ കൂടുതൽ പ്രകാശനം ലഭിച്ചവരാ. ഹല്ലേലൂയ. പണ്ട് ഭാഗമായി ദൈവത്തിന്റെ വെളിപ്പാടുകൾ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞെങ്കിൽ ഇന്ന് പുത്രൻ മുഖാന്തരം സർവവും നമുക്കാ തന്നിരിക്കുന്നത്. കൂടുതൽ പ്രകാശനം ലഭിച്ചെങ്കിൽ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കണം. നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് പ്രിയരെ. അതാ അതിന്റെ ശരി. ഹല്ലേലൂയ. അപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്റെ ദൈവമേ, കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ കേൾക്കാതിരുന്നാൽ പോലെ. ഈ വചന പഠനത്തിനൊക്കെ വന്നിട്ട് ഇത് കൂടുതൽ മനസ്സിലാക്കിയിട്ട് കൂടുതൽ ന്യായവിധി എന്തിനാ വിളിച്ചു വരുത്തുന്ന? ഒന്ന് വന്നാൽ നിന്നാ പോരെ. ഇത് കൂടുതൽ പ്രകാശനം ലഭിക്കാതിരുന്നാൽ പോരെ. ഓള് പറയുക, ഇത് കേട്ടാൽ കൂടുതൽ ന്യായവിധി വരുമെന്നുള്ള ഒരു അറിവ് നിനക്കുണ്ടല്ലോ, ആ അറിവിനാൽ നീ ന്യായം വിധിക്കപ്പെടും. അതുകൊണ്ട് നമുക്കിനി രക്ഷയില്ല. നമ്മള് ഈ വചനം കേട്ടവരാണ്, ഈ രക്ഷയെക്കുറിച്ച് അറിഞ്ഞവരാണ്. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവവചനത്തിന്റെ കീഴിൽ
ഏൽപ്പിച്ച് സമർപ്പിച്ച് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളെ ക്രമപ്പെടുത്തുക. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ദേശത്തുള്ളവര്, ഇതിനൊരു അവസരവും കിട്ടാത്തവര്, അവരെ പോലെ ആയിരിക്കില്ല ദൈവം നമ്മളെ ന്യായം വിധിക്കുക. നിത്യതയിൽ കടന്നില്ല എങ്കിൽ, നിത്യജീവനിൽ കടന്നില്ല എങ്കിൽ. കാരണം നമുക്ക് കൂടുതൽ പ്രകാശനം കിട്ടിയവരാ, എത്രയോ പ്രസംഗങ്ങൾ കേട്ടവരാണ്, വചനത്തിന്റെ വെളിപ്പാടുകളെ നമുക്ക് പകർന്നു തന്നവര്. ദൈവം ഇടപെട്ടവരല്ലേ ഈ ഇരിക്കുന്നവര്. ദൈവത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇന്റർഫിയറൻസ് അനുഭവിക്കാത്തവരാരും എന്നെ ഇന്ന് കേൾക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ 1-ാം അധ്യായം ദൈവം തന്റെ പ്രപഞ്ച സൃഷ്ടിയിലൂടെ തന്നെ വെളിപ്പെടുത്തുന്നു നമ്മൾ പഠിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിലൂടെ എത്രത്തോളം ദൈവം നമ്മളെ വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു നമ്മുടെ പ്രിയ മക്കളെന്നാണ്. ഹല്ലേലൂയ. അപ്പോ പോളിനോട്, ഞാനത് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, പോളിനോട് യഹൂദന്മാര് പറയുക, അതെങ്ങനെ ശരിയാവും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസേ, ഞങ്ങളെ ന്യായം വിധിക്കുമെന്നോ? കാരണം ലുക്ക് അറ്റ് us, ഞങ്ങളിലോട്ട് നോക്കിക്കേ, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാ, ന്യായപ്രമാണമുള്ളവരാ, ഉടമ്പടിയുടെ പ്രത്യക്ഷ അടയാളം സർക്കംസിഷൻ, പരിച്ഛേദനം ശരീരത്തിൽ വഹിക്കുന്നവരാ. ഞങ്ങളെ എങ്ങനെയാ ന്യായം വിധിക്കുന്നത്? ഹല്ലേലൂയ. പുസ്തകമുണ്ട്, പാരമ്പര്യമുണ്ട്, അടയാളമുണ്ട്. How can God judgment come on us? ഹല്ലേലൂയ. ഞാൻ ഇതിന്റെ ആ തുടക്കം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞത് ഈ ഒരു ആശയം ഇതാണ് ആറ്റിറ്റ്യൂഡ് പോളിന്റെ മുമ്പിൽ നിൽക്കുന്ന റോമിലെ സഭയിലെ യഹൂദന്മാരിൽ നിന്ന് കടന്നു വന്ന, അല്ലെങ്കിൽ യഹൂദന്മാരോട് ഉള്ള വിശ്വാസികളിൽ നിന്നുള്ളവർക്ക് അവരുടെ ആ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ യഹൂദന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. ഈ ആറ്റിറ്റ്യൂഡ് മനസ്സിലായിട്ട് നമ്മൾ ഈ ഭാഗം 17 മുതൽ വായിക്കുമ്പോൾ അത് നമുക്ക് അല്പം കൂടെ വ്യക്തമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 17 ഈ ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്താണ് പോൾ സംസാരിക്കുന്നത്. ഈ 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ അവരെ അഡ്രസ് ചെയ്ത് സംസാരിക്കുമ്പോൾ പോള് ഇവിടെ സ്വീകരിക്കുന്ന ഒരു രീതി, അവർ ഏറ്റവും ഊറ്റം കൊള്ളുന്ന ന്യായപ്രമാണത്തെക്കുറിച്ചും പരിച്ഛേദനയെ കുറിച്ചുമാണ് ഈ 17 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ സംസാരിക്കുന്നത്. 17 മുതൽ 24 വരെ ന്യായപ്രമാണത്തെക്കുറിച്ചും അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമാണ് പറയുന്നത്. 17 to 24 ദ മൊസൈക് ലോ, ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുക. 25 മുതൽ 29 വരെ പരിച്ഛേദനയെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ന്യായപ്രമാണം, ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു ദിവസം നമുക്ക് സംസാരിക്കാവുന്നതാണ്. പക്ഷെ ഇപ്പൊ അതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് പറയുവാനായിട്ട് കഴിയുകയില്ല. ഏകദേശം 613 620 നിയമങ്ങൾ, പല തരത്തിലുള്ള നിയമങ്ങൾ, സെറിമോണിയൽ ലോസ്, മോറൽ ലോസ്, ഡയറ്ററി ലോസ്, അവരുടെ സിവിൽ ലോസ്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് ന്യായപ്രമാണം. അതിനെ നമുക്ക് പുസ്തകങ്ങളുടെ പേരിൽ പറഞ്ഞാൽ ദ പെന്ററ്റുക്ക്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം. ഹല്ലേലൂയ. ഇത് മൊത്തത്തിൽ ന്യായപ്രമാണം എന്നും പറയാം. കൃത്യമായിട്ട് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 600-ലധികം നിയമങ്ങളുണ്ട്. ഇതിൽ മോറൽ ലോസ് ഇതെല്ലാവർക്കും ബാധകമാണ്. ഈ മോറൽ ലോസാ നമ്മൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, അവന്റെ ഹൃദയത്തിൽ അവൻ ജനിക്കുമ്പോഴേ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഒരു കൺസൈസ്ഡ് ഫോം ആണ്, അതിന്റെ ഒരു കൺസൈസ്ഡ് ആണ് ഈ 10 കമാൻഡ്മെന്റ്സ്. അത് അല്പം ഒന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുക. ഈ മോറൽ ലോസ് എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവം ഇന്നേറ്റ് ആയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അത്രയും പറഞ്ഞ് ഞാനത് അവിടെ വിടുക. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 17 മുതൽ
17 മുതൽ 20 വരെയുള്ള വാക്യം. നമുക്ക് ആ 17, 18, 19 വാക്യം മാത്രമേ ചിന്തിക്കാനുള്ള സമയമെന്നുള്ളൂ. ഒന്ന് വായിച്ചാലോ? 17, 18, 19, 20. നീയോ യഹൂദൻ എന്ന പേര് കൊണ്ടു ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ പ്രശംസിച്ചു. ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവൻ ഇഷ്ടമറിഞ്ഞു, ഭേദാഭേദങ്ങൾ വിവേചിച്ചു. ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നെങ്കിൽ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ന്. മതി ആന്റി, മതി. താങ്ക് യു. 12-ാം വാക്യത്തിൽ, 2:13 വാക്യത്തിൽ അപ്പോസ്തലൻ പറയും, 2:13, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരട്ടെ. ഈ ന്യായപ്രമാണം എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിലുണ്ട്, ഈ ദൈവവചനം. അങ്ങനെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ദൈവവചനം വെറുതെ കേൾക്കുന്നവരല്ല, ദൈവവചനം ജീവിതത്തിൽ ആചരിക്കുന്നു, പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ പ്രവൃത്തി ഉള്ള വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൽ നാം വിശ്വസിക്കുന്നു എന്ന് നാം പറയുന്നെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം തെളിയിച്ച് കാണിക്കണം. ഹല്ലേലൂയ. അപ്പൊ ആ 13-ാം വാക്യത്തിന്റെ ഒരു യഹൂദനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു എക്സ്പ്ലനേഷൻ ആണ് 17 മുതൽ കടന്നു വരുന്നത്. ഈ നമ്മളിപ്പോ ഒരു തട്ടിപ്പുകാരൻ, നമ്മൾ അറിയാതെ, അവൻ തട്ടിപ്പുകാരനാണെന്ന് നമ്മൾ അറിയാതെ നമ്മുടെ കുറെ പണം അവൻ തട്ടിയെടുത്തുകൊണ്ട് പോയെങ്കിൽ, നമ്മളത് അറിഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ പണം അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ പണം നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കുകയില്ലായിരുന്നു, അല്ലേ? പക്ഷെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് നമ്മൾ കബളിപ്പിക്കപ്പെട്ടല്ലോ എന്നൊക്കെ ഒരു ലജ്ജ നമ്മളിൽ ഉണ്ടാവും. പിന്നീട് നമ്മൾ അതിനെ, നമ്മുടെ മുഖം രക്ഷിക്കാനായിട്ട് നാം അത് മറച്ചു വെക്കും, ഇല്ലേ? ഇങ്ങനെയല്ലേ സാധാരണ? നമ്മൾ ആരോടും പറയത്തില്ല, നമുക്കൊരു നാണമോ, നമുക്കൊരു ലജ്ജയാണ്, അത് നമ്മൾ മറച്ചു വെക്കും മറ്റുള്ളവരുടെ. എന്റെ പ്രിയരെ, ഈ കപട വിശ്വാസികൾ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. കപട വിശ്വാസികൾ ഞങ്ങൾ കാപട്യം അനുസരിച്ച് കാപട്യത്തോടെ ജീവിച്ചാൽ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കുമെന്ന് മനസ്സിലാക്കി കാപട്യത്തിലേക്ക് വരുന്നവരല്ല. അങ്ങനെയല്ല കപട വിശ്വാസികൾ. ഹല്ലേലൂയ. മറിച്ച് അവരുടെ മുഖം അവരെ രക്ഷിപ്പാനായിട്ട് അവർ ഏറ്റെടുക്കുന്ന ഒരു ജീവിതാവസ്ഥയാണ്, മുഖം രക്ഷിപ്പാനായിട്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാല് ഈ തങ്ങളെ, എന്നെ ആളുകൾ ബഹുമാനിക്കണം. കാരണം ദ റിയൽ ഞാൻ ആരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായ ആരും എന്നെ ബഹുമാനിക്കത്തില്ല. ഞാൻ റിയൽ ആയിട്ട് ആരാണെന്ന് മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ എന്റെ ആ റിയൽ ഞാനിനെ കവർ ചെയ്തായിരിക്കും ജീവിക്കുന്നത്. അതിനെയാ ശരിക്കും കാപട്യം എന്ന് പറയുന്നത്. അത് സെൽഫ് ഉള്ളത് കൊണ്ടാ, സ്വയം. എനിക്ക് തോന്നുന്നത് എന്നെ കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇത്, സെൽഫ്, ഇല്ലേ? സെൽഫ് ഉണ്ടോന്നറിയാനായിട്ട് ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മെഷറിംഗ് ടൂള് പോലെ പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട്, കർത്താവേ ഞാൻ പാപിയാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നടത്ത് ഞാൻ തെറ്റിപ്പോയേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ കർത്താവിന്റെ മുൻപിൽ വന്ന് ഘോരം പറയും. നമ്മളെ തന്നെ അംഗീകരിക്കും, ഇല്ലേ? പക്ഷേ എൻ്റെ ഒപ്പം സഭയിൽ എൻ്റെ ഇപ്പുറത്ത് പായിന്മേൽ ഇരിക്കുന്ന സഹോദരൻ എന്നോട് പറയുക, ബൈജു നിനക്ക് ഇന്ന പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? നമുക്ക് കർത്താവിന്റെ മുൻപിൽ, കർത്താവെ ഞാൻ ഈ തെറ്റ് ചെയ്തു, ഞാൻ ഈ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ നമ്മൾ ഏറ്റു പറയും. പക്ഷെ എന്റെ കൂട്ടു സഹോദരൻ പോയിന്റ് ഔട്ട് ചെയ്യുക, ബ്രദറെ ഈ പ്രശ്നമുണ്ട്, ഇത് മാറ്റണം. നമ്മൾ എത്രത്തോളം അത് അംഗീകരിക്കും? നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ബിക്കോസ് നമ്മുടെ ഉള്ളിൽ സെൽഫ് ഉണ്ട്, നമ്മുടെ സെൽഫ് ഹർട്ടായി. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചോണം, ഈ സെൽഫ് കിടക്കുന്നത് കൊണ്ടാ നമ്മളൊരു മുഖം മൂടിയിട്ട് കാപട്യത്തോടെ ജീവിക്കുന്നത്.
ഹല്ലേലൂയ. ഇവിടെ ഈ യഹൂദന്റെയും പ്രശ്നം അതായിരുന്നു. അവരുടെ ഉള്ളിൽ ഒരു സെൽഫ് ഉണ്ട്. ഞങ്ങൾ ആരോ അല്ലേ? എനിക്ക് ഒരുപാടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ സെൽഫ്. എൻ്റെ ജീവിതത്തിലെ സെൽഫ്, എൻ്റെ ദൈവം എന്നെ കുറെയൊക്കെ ഒടിച്ചു കളഞ്ഞത് എൻ്റെ വർക്ക് പ്ലേസിൽ. ദൈവം നമ്മളെ ഒരുപക്ഷെ ഭവനത്തിലിട്ട്, ഭാര്യ ഭർത്തൃ ബന്ധത്തിലിട്ട് ഒടിക്കും. അങ്ങനെ ഒടിക്കാനായിട്ടൊരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലിട്ട് ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ ചിലരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ലല്ലേ? കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കും, ഞാൻ ആരോ ഞാൻ എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാ. ഇതുള്ളത് കൊണ്ടാ. എന്റെ പ്രിയരെ, ഞാൻ ഒന്നുമല്ല. എനിക്ക് ഇത് നെളിയാതെ ഭയപ്പെടുക. ഇത് ലഭിക്കാനായിട്ട്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, യഹൂദന് ഇത് ലഭിക്കാനായിട്ട്, ദൈവം തെരഞ്ഞെടുക്കാനായിട്ട് അവന് ആവർത്തന പുസ്തകം നമ്മളൊന്ന് വായിക്കുന്നു, ഒന്നുമില്ല. ദൈവം സ്നേഹിച്ച് തെരഞ്ഞെടുത്തതാ. നമ്മൾ ആ വഴിയിൽ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് ഈ സമയത്ത് ഈ അൽഖോറിന്റെ ടൗണിലൊക്കെ നടക്കുന്ന വ്യക്തികളെ പോലെ ആകാമായിരുന്നു. ദൈവം തന്റെ കൃപയിൽ, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാ. ഹല്ലേലൂയ. പണ്ടൊരു പുള്ളി ഇങ്ങനെ കിണറിന്റെ സൈഡിൽ ഇങ്ങനെ നിന്നുണ്ട്, എല്ലാവരും കുറെ പേര് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഭയങ്കര ഒച്ചയൊക്കെ ഇടുക. അപ്പൊ ഒരാള് രണ്ടിപ്പോയി, അവനെ പൊക്കാനായിട്ട് ആരും ചാടുന്നില്ല. അപ്പൊ ഇതെന്നാന്നറിയാനായിട്ട് അവനും അടുത്തേക്ക് പുറകെ പിടിച്ച് കൊടുത്തിട്ട് തള്ളം കൊടുത്തു. ഇവനും താഴെ പോയി. മറ്റുള്ളവർ വിചാരിച്ച് ഇവൻ ചാടിയെന്ന, പക്ഷെ അവനറിയാം ഞാൻ ചാടിയതല്ല, ആരും എന്നെ തള്ളിയിട്ടതാ. ഇതുപോലെ പ്രിയരെ, നമ്മൾ ചാടിയതൊന്നുമല്ല ഇതിനകത്തോട്ട്. ദൈവം നമ്മളെ സ്നേഹിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാ പുകഴാൻ ഒന്നുമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാ നമുക്ക് ബോസ്റ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഈ നിത്യത അനുഭവിക്കാത്തവര് ചിന്തിച്ചു നോക്കിക്കേ, എന്തൊക്കെ ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രിയരെ? നിത്യതയല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മളൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ഇതെല്ലാം ഇട്ടേച്ചു പോകും. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ന്യൂസിൽ കേട്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഒരു വലിയ ഒരു സിനിമാ താരം ഇപ്പോൾ ഒരു അസുഖത്തിന്റെ പിടിയിലായിരിക്കുക. എല്ലാം കഴിഞ്ഞില്ലേ? എന്തുണ്ടായാലും എന്താ, വാട്ട് എവർ ഹി ഹാസ് ഓർ ദേ ഹാവ്, എല്ലാം ഈ ഭൂമിയിൽ ഇട്ടേച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് അവർക്ക് മരണഭയം. ഹല്ലേലൂയ. പക്ഷെ നമ്മള് ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നമുക്കതില്ല. നമുക്ക് സന്തോഷമാണ് പോകാൻ. നമ്മൾ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ തുള്ളിച്ചാടി പോകും. കാരണം ഐ നോ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഒന്നാമത്തെ 17-ാം വാക്യ സമയം തീരാറ്. 17-ാം വാക്യത്തിലേക്ക് വന്നാൽ, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ടും, ഹല്ലേലൂയ, behold thou art called a Jew, you call yourself a Jew. നീ യഹൂദനാണെന്ന് നിന്നെ തന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഈ ജ്യൂ എന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത് ജൂഡ എന്ന വാക്കിൽ നിന്നാണ്, ഹീബ്രു പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം സ്തുതി എന്നാണ്. പണ്ടൊരു ദൈവദാസൻ ഇങ്ങനെ ഈ മൊർദെഖായിയുടെയും ഹാമാന്റെയും കഥ പറഞ്ഞപ്പോൾ ജൂ എന്നുള്ള യഹൂദൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അത് വെച്ചിട്ട് ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, നീ സ്തുതിക്കുന്നവനാണെങ്കിൽ ശത്രു നിന്നെ തൊടുകത്തില്ല. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അതൊക്കെ വെറുതെ ആട്ടോ. അങ്ങനെയൊന്നും ഊറ്റം കൊള്ളേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും അല്ലെ, നമ്മുടെ പാരമ്പര്യത്തില് ഞങ്ങൾ പോകുന്ന സഭയില്, ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസനില് ഒന്നും ഊറ്റം കൊള്ളേണ്ട ഒരാവശ്യമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഊറ്റം കൊള്ളേണ്ട എന്തുവാണ് നമുക്കുള്ളത്? നമുക്ക് ഡ്യൂട്രോണമിയിൽ നിന്ന് ആ ഭാഗം ഒന്ന് വായിച്ചാൽ, ഡ്യൂട്രോണമിയിൽ നിന്ന് നിന്റെ ദൈവമായ യഹോവയ്ക്ക്, ഡ്യൂട്രോണമി 7:6-8 നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് അവരെ കുറിച്ച് പറയുക, അവരങ്ങ് ഊറ്റം കൊള്ളാതിരിക്കേണ്ടതിന് അതിന്റെ 7-ാം വാക്യം പറഞ്ഞിരിക്കുക, നിങ്ങൾ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട്
തെരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ട് മാത്രമേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ ഇസ്രായേലിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. വെറുതെ യഹൂദനെ നീ വെറുതെ ഊറ്റം കൊള്ളണ്ട. നമ്മളിത് യഹൂദനെ കുറിച്ച് പഠിക്കുന്നെങ്കിലും നമ്മളോട് ഞാനതാ ഇടയ്ക്ക് അത് ക്ലബ് ചെയ്ത് പോകുന്നു. നമ്മളോട് അപ്ലൈ ചെയ്തോണം. ഒന്നിലും നമ്മൾ ഊറ്റം കൊള്ളണ്ട. ഇവിടെ 28-29 വാക്യത്തിൽ പോൾ പറയുക, 17 നീയോ യഹൂദൻ, ഞാൻ യഹൂദൻ എന്ന് പേർ കൊണ്ട്. എന്ത് രസമായിട്ടാ പോൾ അത് എഴുതിയിരിക്കുക. നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ട്, നീ നിന്നെ തന്നെ വിളിക്കുക ഞാൻ യഹൂദൻ. പക്ഷെ 28 വാക്യം നോക്കിക്കേ, 2:28-29 പുറമേ യഹൂദൻ ആയവൻ യഹൂദൻ അല്ല, പുറമേ ജനത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ എത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല എന്റെ പ്രിയരെ ദൈവത്താൽ പുകഴ്ച ലഭിക്കുന്നുണ്ടോ? അതാ ഇമ്പോർട്ടന്റ്. ഞാൻ എന്റെ കാര്യത്തിൽ വലിയ ഊറ്റം കൊണ്ടിട്ട് മനുഷ്യരുടെ എത്ര പുകഴ്ച കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ദൈവത്താൽ ഉള്ള പുകഴ്ച. ദൈവം നിന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇവിടുത്തെ രാജാവ് എന്റെ കൊട്ടാരത്തിന്റെ പാതുക്കൽ ചെന്നിട്ട് എനിക്ക് രാജാവിനെ അറിയാന്ന് പറഞ്ഞാല് ഒരു കയറ്റി വിടുവോ? ഓടിക്കും നിന്നെ ഇവിടുന്ന്. പക്ഷെ രാജാവിന് നിന്നെ അറിയാമെങ്കിൽ നീ അകത്താ. ദൈവം എന്നെ അറിഞ്ഞിട്ടുണ്ടോ? ദൈവം നമ്മുടെ ഉള്ളങ്ങളിലേക്ക് നോക്കിയാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. എന്റെ പ്രിയരെ, നമ്മൾ അകമേ യഹൂദനായവൻ അവനാ ശരിക്കും യഹൂദൻ. ഞാൻ അങ്ങനെയാണോ? ഹല്ലേലൂയ. എന്നിൽ ഈ കപടഭക്തി കയറി പിടിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. വാഗൊണ്ട് ഏറ്റു പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു, വെള്ളത്തിൽ മുങ്ങി, സ്നാനപ്പെട്ടു, അന്യഭാഷ എന്തൊക്കെ പറഞ്ഞു, അഭിഷേകം പ്രാർത്ഥിച്ചു, ഇത്രയേ ഉള്ളോ? Do I have a personal relationship? എന്റെ പ്രാർത്ഥനയൊക്കെ വെറും പടക്കാണോ? ഞാന് ചർച്ചയിൽ വരുമ്പോ മറ്റുള്ളവർ കാണേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഉപവസിക്കുന്നുണ്ട്, മറ്റുള്ളവർ കണ്ടിട്ട് ഞാൻ ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ളവർ പറയണം, അതിനാണോ ഞാൻ ഉപവസിക്കുന്നത്? ഉറക്കെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇത് ദൈവം കേൾക്കാനാണോ അതോ മറ്റുള്ളവർ കേൾക്കാനാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ബൈബിൾ വായനയുണ്ട്, ബൈബിൾ വായിച്ചില്ല എന്ത് പറയും എന്നുള്ളത് കൊണ്ടാണോ ഞാൻ ബൈബിൾ വായിക്കുന്നത്? എന്റെ പ്രിയരെ, ഇതൊന്നും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നല്ല എങ്കിൽ ഇത് വൈക്കോലും പുല്ലും പോലെയാ. ഇതൊന്നും നിലനിൽക്കില്ല, ഇതെല്ലാം കത്തിപ്പോവും. ഇത് വെറും കപടഭക്തിയാ. ഞാൻ എന്നെയും കൂടെ ചേർത്ത് നിർത്തിയാ പറയുന്നത് കേട്ടോ. എനിക്ക് ആ 1-on-1 റിലേഷൻഷിപ്പ് ഉണ്ടോ? എന്റെ ആ സ്നേഹത്തിൽ നിന്നാണോ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ബൈബിൾ വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? അതോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അല്ലേ? എനിക്കൊരു സ്കെഡ്യൂൾ ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. വെള്ളിയാഴ്ച ചർച്ചിൽ പോകണം, വൈകുന്നേരം കുടുംബ പ്രാർത്ഥന, ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമാണ്, അതുകൊണ്ടാ ചെയ്യുന്നത്. പ്രശ്നമാണ്, ഉള്ളി സംതിങ് ഈസ് മിസ്സിങ്, എനിക്ക് അത് ശരിയായില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നമുക്ക് ആത്മീയമായിട്ട് നമുക്ക് ആ ശരീരത്തിലുള്ള ആ മനസ്സിലുള്ള സാറ്റിസ്ഫാക്ഷൻ വരും. ഇത് ആദ്യം കുറെ നാളില്ല, അതും ഉണ്ടാവും, പിന്നെ കുറയ്ക്കുമ്പോൾ അതും കാണത്തില്ല. നോ പ്രോബ്ലം, ചലേക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് നാം വന്നിട്ടില്ലെങ്കിൽ എന്റെ പ്രിയരെ തള്ളപ്പെട്ടു പോകും. ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിന്റെ, ഹല്ലേലൂയ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ വംശത്തിൽ നിന്ന് വന്ന തനിക്ക് പ്രിയപ്പെട്ട ജനം. നിങ്ങൾ പഴയ നിയമം വായിച്ചു നോക്കിയാൽ ചിലര് പറയും ദൈവം ഭയങ്കര ക്രൂരനായത്. ദൈവം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ലിറ്ററലി
യഹൂദന്റെ അവർ എന്ന് തിരിച്ചു വരും, തിരിച്ച് എങ്ങനെയാണെങ്കിലും അവർ തിരിച്ചു വന്നാൽ സ്വീകരിക്കാതിരിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്, അല്ലെ? അതാ പഴയ നിയമത്തിൽ ഞാൻ കാണുന്നത്. ഇവരൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം ദൈവം അവരോട് ക്ഷമിക്കുന്നത്, എത്തോരം അവരെ സ്നേഹിച്ച് അവരെ ദൈവം തള്ളിക്കളഞ്ഞെങ്കിൽ. എന്റെ പ്രിയരെ, നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാതെ വെറുതെ എന്തൊക്കെയോ ചെയ്യുന്നു, ഇതൊന്നും നിലനിൽക്കില്ല കേട്ടോ, ഇതൊന്നും നിലനിൽക്കില്ല. വെറുതെ നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ സഭയിലും ഞാൻ രക്ഷിക്കപ്പെട്ടതാ. ഇന്ന് രാത്രിയില് നാം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദൈവസന്നിധി ഇരുന്നിട്ട് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, എനിക്ക് ഒന്നുമില്ലായിരുന്നു എന്റെ പ്രിയ, എനിക്കാകുന്നത് എനിക്കൊരു മേനില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ വിസിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഒരിക്കൽ തോമസ് എക്കിംപോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ദൈവദാസൻ, ഒരിക്കലിങ്ങനെ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ഒച്ചയും ബഹളവും, ഒരു വലിയ ജനം, പടയാളികളും സോൾജേഴ്സ് ഒക്കെ ആയിട്ട് ഒന്നിച്ചങ്ങ് പോവുക. അപ്പോ അതിന്റെ മുൻപിൽ ചങ്ങല കയ്യിലും കാലിലും ധരിച്ച് ഒരു നരധമനായ ഒരു വ്യക്തിയെ കൊണ്ടുപോവുക. അയാള് വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യം ചെയ്തു. ഹല്ലേലൂയ. അടുത്ത് ഞാൻ നോക്കിയപ്പോൾ അയാൾ വലിയൊരു കുറ്റകൃത്യം, അയാളെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോവുക. തോമസ് എക്കിംപോസ് പറയുക, എന്റെ കർത്താവേ, നിന്റെ കൃപയില്ലായിരുന്നെങ്കിൽ ഞാനും അതുപോലെയാണ്. എനിക്ക് അവനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് ബോസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. നിന്റെ കൃപ എന്നെ നിർത്തുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ആയില്ല, അല്ല ഞാൻ അവനെ പോലെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ബോസ്റ്റ് ചെയ്യാനൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വചനത്തിൽ ഇങ്ങനെ കേട്ട പോലെ, ജാക്മിന്റെ മെസ്സേജിൽ ഇങ്ങനെ ഞങ്ങൾ കേട്ടു, നമ്മൾ ജീവിച്ചു വന്ന കുടുംബത്തിന്റെ പശ്ചാത്തലവും സാഹചര്യം കൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ബിലോ ദ ബെൽറ്റ് ആയിട്ടുള്ള തെറ്റുകളോ പാപങ്ങളോ ചെയ്യാത്തത്. നമ്മൾ വന്ന കുടുംബത്തിന്റെ പശ്ചാത്തലം, നമ്മൾ നല്ല കുടുംബത്തിൽ നല്ല മാതാപിതാക്കന്മാരുടെ മക്കളായിട്ട്, കൊച്ചുമക്കളായിട്ട് ജനിച്ചത് കൊണ്ട് നമ്മളെ ആ നിലയിൽ വളർത്തിക്കൊണ്ടുവന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്, അല്ലെ? അത് നിന്നെ രക്ഷിക്കത്തില്ലെന്നാ പറയുന്നത്. അതിൽ ഊറ്റം കൊള്ളണ്ട നീ. ഹല്ലേലൂയ. അത് നിന്നെ രക്ഷിക്കും. എന്തിനാണെന്നറിയോ? ഈ പ്രവർത്തികൾ ചെയ്യാതിരിക്കാതെ നിന്നെ രക്ഷിക്കും. പക്ഷെ നിത്യതയിലേക്കുള്ള രക്ഷ അങ്ങനെയല്ല. നിത്യതയിലേക്ക് വരണമെങ്കിൽ നീ ക്രിസ്തുവിലേക്ക് വരണം. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ച്, കാൽവരിയിൽ കർത്താവ് എനിക്ക് വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി പകരക്കാരനായെന്ന് ഓർത്ത് കർത്താവിന്റെ മുന്നിൽ മനസ്സ് നുറുങ്ങി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ തന്നെ തന്നെ പൂർണ്ണമായി കർത്താവിന് യു മൈ ലോർഡ് എന്ന് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ രണ്ടാമതൊരു വാക്യം, സമയം ഞാൻ അതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട്, രണ്ടാമത്തെ വാക്യം പറയുന്നത് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും. ഇവിടെ ഒന്നാമത് പറയാ നീ യഹൂദൻ, ഞാൻ യഹൂദനാ. രണ്ടാമത് പറയാ നിനക്ക് ഐ റിലൈ ഓൺ ലോ, ഞാൻ ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുകയാണ്. എന്റെ പ്രിയരെ, ഞാൻ കാര്യം പെട്ടെ, യഹൂദന് തീർച്ചയായിട്ടും ന്യായപ്രമാണത്തിൽ പ്രശംസിക്കാനുണ്ട്, ഇല്ലേ? സങ്കീർത്തനം 147:19-20, 147:19-20. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല. He has never ever given to any people other than Israelites. അവൻ യാതൊരു ജാതിക്ക്. അതുകൊണ്ട് no wonder if the Israelites boast on the legacy, the pedigree, the ancestry of Israel, Jew. അതിനകത്ത് വണ്ടർ ചെയ്യാനൊന്നുമില്ല, കാരണം അവർക്ക് അതുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? ഇവര് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങൾക്ക് ലഭിച്ച ന്യായപ്രമാണം, ഞങ്ങളുടെ ആൻസെസ്ട്രി, ഞങ്ങളുടെ ഉടമ്പടിയിലെ ഞങ്ങളുടെ പരിച്ഛേദനം എന്ന അടയാളം, ഇത് മാജിക്കലായിട്ട് ഞങ്ങളെ രക്ഷിക്കും. മാജിക്കലായിട്ടെന്ന് പറഞ്ഞാല് മാന്ത്രികമായിട്ട് ഞങ്ങളെ രക്ഷിക്കും. അതുകൊണ്ടല്ലേ ഫിലിസ്തീനുമായിട്ട് ഇവർ യുദ്ധത്തിന് പോയപ്പോ ഇവരെന്താ വിചാരിച്ചേ? പണ്ട് ഞങ്ങളുടെ വലിയനപ്പച്ചൻ അപ്പൂപ്പന്മാര്
യോർദാൻ നദിയുടെ തീരത്തേക്ക് പെട്ടകം അല്ലെ ചുംബിക്കൊണ്ടിങ്ങനെ വന്ന് കാലെടുത്ത് വെച്ചപ്പോ ആ വെള്ളം അങ്ങോട്ടും പോയി, ഈ വെള്ളം ഇങ്ങോട്ടും പോയി. അവർക്കറിയാം. അപ്പൊ അതിലങ്ങ് ഊറ്റം കൊള്ളുകയാ. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഈ ബാഹ്യമായിട്ടുള്ളതൊന്നുമല്ല കാര്യം, കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോസ്തലനായ പൗലോസിനോട് ചോദിക്കാവോ, വാട്ട് അബൌട്ട് യു? ഫിലിപ്പി ലേഖനം അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഫിലിപ്പി ലേഖനം അത് ജസ്റ്റ് ഏതാനും വാക്കുകളിൽ പറഞ്ഞ്, ഫിലിപ്പി ലേഖനം 3:14 വായിക്കുക. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഐ ഡു ദിസ് വൺ തിങ്. അപ്പോസ്തലനെ, അങ്ങ് പറയുന്നത് എന്താ? ശരിയല്ലല്ലോ. ഞങ്ങൾ അങ്ങയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, അപ്പോസ്തല പ്രവർത്തികളിലേക്ക് നോക്കിയാൽ, അങ്ങ് പറയുന്ന ഈ വാക്യവും അങ്ങയുടെ ജീവിതം തമ്മിൽ ചോർച്ചയില്ലല്ലോ. അങ്ങ് പറയുക, ഞാൻ ഒന്ന് മാത്രം ചെയ്യുന്നു, ദിസ് വൺ തിങ് ഐ ഡു. പക്ഷേ അപ്പോസ്തല പ്രവർത്തികൾ 8-ാം അധ്യായം മുതൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ അപ്പോസ്തലന് കിട്ടിയ വെളിപ്പാടിന് ശേഷം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ കാണുകയാണ്, അവിടുന്ന് പ്രസംഗിച്ചു തുടങ്ങുകയാണ്. അങ്ങ് എത്ര 1000 കാര്യങ്ങളാ ചെയ്തത്, എത്ര മിഷനറി യാത്ര ചെയ്തു അപ്പോസ്തലനെ, എത്ര സഭകൾ സ്ഥാപിച്ച്, ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ഡിസൈപ്പിൾസിനെ അങ്ങ് ഒരുക്കിയില്ലേ, അങ്ങ് എത്ര ലേഖനങ്ങൾ എഴുതി, എത്ര പേരെ അങ്ങ് മെന്റർ ചെയ്തു. അങ്ങൊരു ഉപദേഷ്ടാവല്ലായിരുന്നോ? അങ്ങൊരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ? എത്ര കാര്യങ്ങളാ അപ്പോൾ അംഗീകരിക്കുന്നത്. But how can you say, I just do this one thing? ഞാൻ ഒന്ന് മാത്രം ചെയ്യുന്നു. അതെങ്ങനെയാ? That doesn't go well. It doesn't go match. 2-ാം അധ്യായം 1:21 വന്നാൽ എന്താ ഈ ഒരു കാര്യം എന്നാന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? അങ്ങ് പറയുന്നുണ്ടല്ലോ, ഒന്ന് മാത്രം ഞാൻ ചെയ്യുന്നു, ഈ ഒരു കാര്യം എന്താ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഹല്ലേലൂയ. ഞാൻ ഒന്ന് മാത്രം ചെയ്യുന്നു. അങ്ങ് എന്തിനാ മിഷനറി യാത്ര ചെയ്തത്? ഫോർ ക്രൈസ്റ്റ്. അങ്ങ് എന്തിനാ വലിയ സെക്കൻഡ് ലൈൻ ഓഫ് ഡിസൈപ്പിൾസിനെ ഉയർത്തിക്കൊണ്ടുവന്നത്? ഫോർ ക്രൈസ്റ്റ്. അങ്ങ് എന്തിനാ അത്ഭുതങ്ങൾ ചെയ്തത്? ഫോർ ക്രൈസ്റ്റ്. അങ്ങ് എന്തിനാ സഭകൾ സ്ഥാപിച്ചത്? ഫോർ ക്രൈസ്റ്റ്. എവറിഥിങ് ഫോർ ക്രൈസ്റ്റ്. അവിടെ പറഞ്ഞത് ഞാൻ ഒന്ന് മാത്രം ചെയ്യുന്നു, എനിക്ക് ആ റിലേഷൻഷിപ്പാ ഇമ്പോർട്ടൻറ്റ്. ഐ നീഡ് ദാറ്റ് റിലേഷൻഷിപ്പ്. അതിന് താഴോട്ട് പറയുക, ഞാന് പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവഴിയുടെ വിരുദ്ധനായി ഡാക്കിലേക്കോടുന്നു. എന്റെ പ്രിയരെ, ഈ ഭൂമിയിൽ ഈ ഒരു ബന്ധമുള്ളവരെ നിത്യത എന്ന ബന്ധത്തിലേക്ക് കടക്കൂ. അല്ലാതെ മരിച്ചു കഴിയുമ്പോ ഒരു മാജിക് ഒന്നും സംഭവിച്ച് നിത്യത എന്ന ബന്ധത്തിലേക്ക് കടക്കത്തില്ല. ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ സ്വർഗീയ യെരൂശലേമിനെ ആത്മാവിൽ അനുഭവിക്കുന്നവരെ, പാട്ടുകാരങ്ങനെ പറഞ്ഞ അന്ന് ഞാൻ മുഖം കൊണ്ട് ഒരു പാട്ടില്ലേ, അന്യനല്ല സ്വന്തം കണ്ടാൽ കാണും. ഇന്ന് ആത്മാവിൽ കാണുന്നവരെ അന്ന് ഈ ആത്മനേത്രങ്ങൾ കൊണ്ട് കാണൂ പ്രിയരെ. ഇന്ന് ആ ബന്ധമുള്ളവർക്ക് അന്ന് ആ നിത്യമായ ബന്ധത്തിലേക്ക് കടക്കാൻ സാധിക്കും. അതുകൊണ്ടാ പോലും പറയുന്നത്, I do just this one thing. നമ്മളോ നമുക്ക് ഇമ്പോർട്ടന്റ് അതാണോ? നമുക്ക് ഇമ്പോർട്ടന്റ് അതൊന്നുമല്ല. നമുക്ക് ആ ഒരു സ്നേഹത്തിൽ നിന്നാണോ നാം ചെയ്യുന്നത്? എനിക്ക് കർത്താവാണ് ഇമ്പോർട്ടന്റ്. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയരെ, നമ്മളിന്ന് ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ വരവ് നാളെ പ്രഭാതത്തിന് മുമ്പ് ഉണ്ടായാൽ നമ്മൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ പ്രിയരെ കൈവിടപ്പെട്ടു പോകും. നമ്മൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ കിടക്കമേലിരുന്ന് ഏറ്റു പറയും, കർത്താവ് എനിക്ക് ആ റിലേഷൻഷിപ്പ് ഉണ്ടോ? എൻ്റെ അപ്പ ഞാൻ ബലഹീനനാ,
ഞാൻ പലപ്പോഴും തോറ്റുപോകും, ഞാൻ അശക്തനാ. പക്ഷെ എന്റെ ആഗ്രഹം, എനിക്ക് ആ റിലേഷൻഷിപ്പ് വേണമെന്നാ കർത്താവേ. പക്ഷെ ഐ ഫെയിൽ ഓൾവേസ്. എനിക്ക് അവിടുത്തെ കൃപ വേണം കർത്താവേ, എന്നെ ഒന്ന് സഹായിക്ക്. ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവം തീർച്ചയായിട്ടും ഹല്ലേലൂയ നിങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി നിങ്ങൾ അനുഭവിക്കും പ്രിയരെ. ഹല്ലേലൂയ, തീർച്ചയായിട്ടും അനുഭവിക്കും. ഹല്ലേലൂയ, അതിനുള്ളങ്ങളിൽ നിന്ന് നമ്മൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ദൈവനായിട്ട് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. പാസ്റ്ററുകള് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ നമുക്ക്